അപ്പോൾ അർജുൻ കല്യാൺ മണികണ്ഠനാലിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇനി നമ്മളിപ്പോൾ നിൽക്കുന്ന മൂലസ്ഥാനത്തേക്ക് എത്തും. അതോടുകൂടി പൂരത്തിന്റെ ഇന്നത്തെ തുടക്കമാകും അല്ലേ? തീർച്ചയായിട്ടും വരണം. അതായത് ഇപ്പോൾ കണിമംഗല ശാസ്താവ് മണികണ്ഠനാലിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നിരന്നിട്ടുള്ള 4 ആനകൾക്ക് നടുവിലേക്കായി കണിമംഗല ശാസ്താവ് പ്രവേശിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നേരത്തെ 4 ആനകൾക്ക് ഒപ്പമാണ് കണിമംഗല ശാസ്താവ് കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഇവിടെ നിന്നും ആ ആനകളുടെ എണ്ണം അത് 9 മാറും. ചെമ്പടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ നിന്നും വലിയ ആവേശത്തോടുകൂടി കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും വലിയ ആവേശത്തോടുകൂടി ഈ മണികണ്ഠനാലിലേക്ക് എത്തിയത്. ഇനി ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കൊട്ടിക്കയറിയിട്ടുള്ള മേളത്തിനോടൊപ്പം തന്നെ കണിമംഗല ശാസ്താവ് എഴുന്നള്ളുകയും ചെയ്യും. ഇനി അല്പസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യം ഒരു 7:30 അവിടത്തേക്ക് എത്താൻ വേണ്ടി കഴിയും. അതായത് വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ കുടയൊക്കെ നിവർത്തി ക്ഷേത്രത്തിൽ ഈ 9 ആനകളുടെയും മുകളിലേക്ക് മുത്തുക്കുടകൾ നിവർന്നു നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചെമ്പടമേളം അതിനനുസരിച്ച് മേളം മുറുകുന്നുണ്ട്. കൈകൾ മെല്ലെ വാനിലേക്ക് ഉയരുന്നുണ്ട്. വർണ്ണപ്പകിട്ടിന്റെ ആചാരപ്പെരുമയുടെ ഒരു വിശ്വ മഹോത്സവത്തിന് തൃശ്ശൂരിൽ തുടക്കമാവുകയാണ്. 9 ആനകൾ നിരന്നു നിൽക്കുകയാണ്. ആ നിരന്നു നിൽക്കുന്നതിന്റെ ഒത്ത നടുവിലായി കണിമംഗല ശാസ്താവ് വലിയ സർവാഭരണ വിഭൂഷിതരായിട്ടുള്ള കണിമംഗലം ശാസ്താവിന്റെ ഇടമ്പ് നമുക്ക് കാണാം, കോലം നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ മേളം മുറുകുന്നത് നമുക്ക് കാണാം. ഇലത്താളം വാനിലേക്ക് ഉയർന്നു പൊന്തുന്നത് നമുക്ക് കാണാം. ചെണ്ടമേളത്തിന്റെ താളം മെല്ലെ മെല്ലെ പതിയെ കൊട്ടി കയറുന്നതും നമുക്ക് കേൾക്കാം. അങ്ങനെ പൂരം അതിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. വലിയ വിശ്വാസപ്പെരുമയുടെ ആചാരപ്പെരുമയുടെ വർണ്ണക്കാഴ്ചകളുടെ മേളപ്പെരുക്കത്തിൻ്റെയൊക്കെ വലിയ ഉത്സവം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ കണിമംഗല ശാസ്താവിൻ്റെ തിടമ്പിന് നേരെ മുകളിലായി പച്ച നിറത്തിലുള്ള, അതായത് പച്ച നിറത്തിൽ അലുക്കകളോട് കൂടിയിട്ടുള്ള വർണ്ണക്കുട കൂടി നിവർന്നിരിക്കുകയാണ്. മറ്റ് ആനകളുടെ പുറത്തൊക്കെ ചുവന്ന വർണ്ണത്തിലുള്ള കുടകളും നിവർന്നിരിക്കുന്നു. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് എത്തിയ കണിമംഗലം ശാസ്താവ് സ്വരാജ് റൗണ്ടിലെത്തി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം വഴി മതിലകത്ത് കടന്ന് പടിഞ്ഞാറേ ഗോപുരം, നമ്മളിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറേ ഗോപുരത്തിന് മുകളിലാണ്.